ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു അടിപൊളി വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ചൂട് സമയത്ത് എല്ലാവർക്കും, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമാണ്. അതും കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ അത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പം അങ്ങനെ ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണത്. അപ്പം നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മെയിനായിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ളത് പാലാണ്. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പാക്കറ്റ് പാലായാലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഫ്രഷ് നാച്ചുറലായിട്ടുള്ള നമുക്ക് വീട്ടിൻ്റെ അടുത്ത് തന്നെ ഫ്രഷായിട്ട് പാൽ കിട്ടും. അതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യണത്. അത് 1 ലിറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരല്പം കുങ്കുമപ്പൂ, ഇത് ഓപ്ഷനിലാണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കസ്റ്റേർഡ് പൗഡർ, പാൽപ്പൊടി, പിന്നെ കുറച്ച് ഏലക്ക വേണം. അത് നമ്മൾ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇത് റെസിപ്പി ചെയ്യുന്ന സമയത്ത് ബാക്കി ഇതൊക്കെ എത്ര അളവാണ് എടുക്കേണ്ടിയുള്ളതെന്ന് പിന്നെ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടുള്ളത് ഈ പാലൊന്ന് അരിച്ചെടുക്കണം. അരിച്ച് നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൽ ഒഴിക്കുന്നതിന് മുന്നേ ഒരല്പം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് പാത്രത്തിൻ്റെ അടിയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് വേണം പാലാദ്യം ഒഴിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് അടിയിലൊന്നും കട്ട പിടിക്കാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. പിന്നെ ഞാനൊരു അല്പം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കസ്റ്റേർഡ് പൗഡറും പാൽപ്പൊടിയും ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതും കൂടെ നമുക്ക് ഇതേപോലെ അരിച്ച് ഒന്ന് വേറൊരു ചെറിയൊരു ബൗളിലോട്ട് വെക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച പാലിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പാൽപ്പൊടി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് മിക്സ് ചെയ്യണത്. 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് പാൽപ്പൊടിയും കൂടെ ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള പാലൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇതൊന്നൊന്ന് കുറച്ചൊന്ന് വറ്റി വരണം. ഇപ്പോൾ നല്ല രീതിയിൽ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര, ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കുങ്കുമപ്പൂ, അത് ഓപ്ഷനിലാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ആ കുൾഫി ഒരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇല്ലെങ്കിൽ വൈറ്റ് കളർ ആയിരുന്നാലും കുഴപ്പമില്ല. നമ്മൾ ആ കസ്റ്റേർഡ് പൗഡർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ചെറിയൊരു യെല്ലോയിഷ് കളർ കിട്ടും. പിന്നെ ഞാൻ കുറച്ചും കൂടെ ഫ്ലേവറിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ കുങ്കുമപ്പൂ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ആ ഒരു എടുത്തു വെച്ചിട്ടുള്ള കുങ്കുമപ്പൂവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 2 ഏലക്കയുടെ തൊലി വേണ്ട, കുരു മാത്രം മതി. അതും ഞാൻ നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും കൂടെ നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. ആ ഒരു പേസ്റ്റും കൂടെ നമുക്ക് ഈ പാലിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ പാല് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കസ്റ്റേർഡ് പൗഡറും പാൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സിറപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സിമ്മിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കാഷ്യൂനട്ട് കട്ട് ചെയ്തതും ഗ്രേപ്സ്, ഡ്രൈ ആയിട്ടുള്ള ഗ്രേപ്സ് കുറച്ച് കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ബദാം, പിസ്ത, ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസുമാണ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇച്ചിരി ഒന്ന് കുറുകി ഒരു ക്രീമി പരുവാകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ ഒരു ബാറ്റർ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ തിക്കാവാൻ പാടില്ല. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിനി ഇതിനൊന്ന് തണുക്കാൻ വയ്ക്കാം. അതിനുവേണ്ടി ഞാൻ അടിയിൽ ഒരു വലിയൊരു പാത്രം എടുത്ത് അതിലൊരു കുറച്ച് വെള്ളം വെച്ചിട്ട് ഇത് നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടും. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം നമുക്കിത് ഗ്ലാസ്സിലോട്ട് മാറ്റി ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കുൾഫിയുടെ ബാറ്റർ ഇവിടെ തണുത്തിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് മോൾഡ് ഇല്ലാതെ ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുൾഫിയുടെ മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലൊഴിച്ചാലും മതിയാകും. അപ്പോൾ മോൾഡ് ഇല്ലാത്തവർക്ക് ഇതേപോലെ സാധാ സ്റ്റീൽ ഗ്ലാസ് അല്ലെങ്കിൽ പേപ്പർ ഗ്ലാസ് ഏതായാലും മതി. നമ്മൾ അതിലോട്ട് സെറ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിലോട്ട് നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ബാറ്റർ, കുൾഫിയുടെ ബാറ്റർ കൂടുതൽ തിക്കല്ല. അതുകൊണ്ട് നമുക്ക് മിക്സിയുടെ ഒന്നും ആവശ്യമില്ല. മിക്സി, ബീറ്റർ ഒന്നിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു
സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. കൂടുതൽ തിക്കാകുമ്പോൾ നമുക്കത് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് ഒരു ലൂസായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോൾ മിക്സിയുടെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു ക്രീമി പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം മോൾഡിലോട്ട് മാറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ്സിലോട്ട് ഒന്ന് മാറ്റിയാണ്. പിന്നെ ഞാൻ ചെറിയ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച ഡബ്ബ കാണുമല്ലോ, അതിലോട്ടും കൂടെ ഞാനൊന്ന് സെറ്റ് ചെയ്യാണ്. കുൽഫി വാങ്ങിച്ച ഒരു ഡബ്ബ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതിലോട്ടും കൂടെ മാറ്റിയാണ്. ഇല്ലെങ്കിൽ നമുക്ക് സാധാ സ്റ്റീൽ ഗ്ലാസ്സിലായിട്ടും ഒഴിച്ചാലും മതിയാകും. അപ്പോൾ ഞാൻ അങ്ങനെ ഈ ഒരു ഗ്ലാസ്സിലും ഒരു ചെറിയ ഒരു കുൽഫിയുടെ ആ ഒരു മോൾഡിലും കൂടെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. കുറഞ്ഞത് ഒരു 9 മണിക്കൂറെങ്കിലും വയ്ക്കണം. ഫ്രീസറിൽ വയ്ക്കുമ്പോൾ നമ്മളൊന്ന് ഹൈയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഐസ്ക്രീം സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ ഈ ഗ്ലാസിൻ്റെ മുകളിൽ ഒന്ന് ഞാൻ സിൽവർ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡബ്ബയിൽ നമുക്ക് പിന്നെ മൂടിയുള്ളതുകൊണ്ട് അത് വെച്ച് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമുക്കിത് തണുത്തതിന് ശേഷം കാണാം. ഇപ്പോൾ നമ്മൾ ഐസ്ക്രീം നല്ല രീതിയിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇതൊരു റിമൂവ് ചെയ്യുന്ന സമയത്ത് ഒന്നി സ്റ്റിക്കോ അല്ലെങ്കിൽ കത്തിയോ വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് കറക്കി കൊടുത്താൽ മതിയാകും. പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. ഇല്ലെങ്കിൽ ചെറിയതായിട്ടൊന്ന് നോർമൽ വെള്ളത്തിലൊന്ന് വെച്ച് കൊടുത്താലും മതിയാകും. പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് കിട്ടും. എന്നിട്ട് ഞാനിത് സെർവ് ചെയ്യണത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്യണത്. അല്ലെങ്കിൽ നമുക്ക് കോരി എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. പക്ഷേ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഈ ഒരു കുൽഫി കട്ട് ചെയ്താണ്. നല്ല രീതിയിൽ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് കാഷ്യൂനട്ടൊക്കെ ഇട്ടിട്ട് വേണം കഴിക്കേണ്ടിയുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചൂട് സമയത്ത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനും കാട്ടി നല്ല അടിപൊളി ടേസ്റ്റ് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഐസ്ക്രീം റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.